ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോങ് ട്രാവലൊന്നുമല്ല. ഇവിടെ അടുത്ത് തന്നെ കണ്ണൂരിലേക്കാണ് പോകുന്നത്. നമ്മളെ പുതിയ റോഡിലെ ബൈപ്പാസ് അതിലൂടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ റോഡിലോട്ട് പോകുന്നത്. നല്ല ഉണ്ടായിന്. പുതിയ റോഡായതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ടായിന് വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയപ്പോൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നിന്. ഇത് ഹോട്ടൽ ഉദയൻസ് ആണ്. ഈ ഹോട്ടൽ കണ്ണൂർ സൈഡിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. കുറച്ച് ഫേമസ് ആണ്. ഇവിടുത്തെ ചോറും കറിയും ഫിഷ് ഫ്രൈ എല്ലാം. ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്, ഫാമിലീസ് ഉണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത്. അത്രയും ആൾക്കാരുണ്ടതിന്. പിന്നെ ഇവിടെ വരുമ്പോൾ 12 മണിൻ്റെ മുമ്പേ എത്താൻ വേണ്ടി നോക്കാം. നമ്മൾ 12 മണി ആ ഒരു ടൈമിലാണ് എത്തിയത്. പക്ഷെ അപ്പോഴത്തേക്ക് ഫിഷ് ഫ്രൈ ഏകദേശം എല്ലാം കഴിയാനായിന്. എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം ഫിഷ് ഫ്രൈ തന്നെയാണ്. ഫിഷിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചെമ്മീൻ ഫ്രൈ, ഇളമ്പക്ക, കൂന്തൾ, പിന്നെ നമ്മൾ ഇണറില്ലേ മീൻ മുട്ട, അതുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അത് കഴിക്കാനാണ് മെയിനായിട്ട് ആൾക്കാർ വരാൻ. പക്ഷെ അത് കഴിക്കണമെങ്കിൽ നേരത്തെ തന്നെ എത്താൻ വേണ്ടി നോക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ സാമ്പാറും ചോറും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫിഷ് ഫ്രൈയും കൂടി വരുമ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ. നമ്മൾ വാങ്ങിയത് ചെമ്മീൻ ഫ്രൈയും കൂന്തൽ ഫ്രൈയും ആണ്. ബാക്കിയെല്ലാം തീർന്നു പോയിന്. ഞാൻ മെയിനായിട്ട് വന്നിന് നമ്മൾ മത്തിൻ്റെ ഇണറില്ലേ മത്തിൻ്റെ മുട്ട, അത് കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. നോക്കുമ്പോൾ അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെമ്മീൻ വാങ്ങിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ചെമ്മീൻ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചോറിൻ്റെ ഒക്കെ തിന്നാൻ. ഇതിൻ്റെ മസാല തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ കൂന്തൾ നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായത്. വലിയ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചെമ്മീൻ ഒരു രക്ഷയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വന്നിന് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. മാട്ടൂൽ, കണ്ണൂർ തന്നെയുള്ള. ഇവിടെ ഞാൻ ഏകദേശം 2 കൊല്ലം മുമ്പേ ലാസ്റ്റ് ടൈം വന്നത്. പക്ഷെ അന്ന് കണ്ടതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ ഇവിടെ വന്നിന്. കുറേ മാറ്റങ്ങൾ വന്നിന്. ഈ വാച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോഴ്സിനെല്ലാം ഡയറക്റ്റ് കാണുന്നത്. അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റിലാണ് അവളുള്ളത്. പിന്നെ നമുക്കിവിടെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഫുഡ് അവർ തരും. അപ്പം നമുക്കങ്ങനെ ഫീഡ് ചെയ്യാം ഇതിന്. ആദ്യം എനിക്ക് കുറച്ചൊരു എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ അസ്ലു പറഞ്ഞു കടിക്കൂല എന്നെല്ലാം പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു.
ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം പേടിച്ചിട്ട് ആ പാരറ്റിന് കയ്യിൽ വാങ്ങി. വെയിറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ വേഗം അവിടെ തന്നെ വെച്ച്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ടോയ്സ് ഷോപ്പ് കണ്ടത്. നേരെ അവിടത്തേക്ക് നമ്മളെത്തീന്. ലയ്യും ഇവാച്ചും ടോയ്സ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റില്ല. ലാസ്റ്റ് രണ്ടാളും ഓൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങീന്. അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് പുറത്തേക്ക് പോകുന്ന വഴിക്കാണ് ഐസ്ക്രീം ഷോപ്പുള്ളത്. അങ്ങനെ നമ്മളിവിടുന്ന് ഐസ്ക്രീം എല്ലാം വാങ്ങി. ഞാൻ സ്പാനിഷ് ഡിലൈറ്റാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഐസ്ക്രീമും നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്ലൂബെറിയും സീതാഫലില്ലേ, നമ്മൾ ആത്തച്ചക്ക സീതപ്പഴം എന്നെല്ലാം പറയും, അതിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഉണ്ടായിന്. ലയ്യും ഇവാച്ചുവിനും ഭയങ്കര ഇഷ്ടമായി ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെയെല്ലാം. നമ്മളെക്കാളും കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തത് ഓല് രണ്ടാളുമാണ്. പിന്നെ ഈ സ്ഥലം വരുന്ന നേരെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ലയ്യു ഇതാ ഓളെ ബീച്ച് സെറ്റെല്ലാം എടുത്ത് വന്ന് കുറച്ച് നേരം ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച്. ഈവനിങ് ബീച്ചിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. പ്രത്യേകിച്ച് ഫാമിലിയും കൂടി ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഫാമിലീൻ്റെ ഒക്കെ എല്ലാം ഔട്ടിങ്ങിനെല്ലാം പോയാൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാണ്ട് പോകണം, എന്നാൽ നല്ല രസമായിരിക്കും. അന്നത്തെ ദിവസം നല്ലോണം സ്പെൻഡ് ചെയ്തതിന്. നമ്മളെക്കാളും കൂടുതൽ കുട്ടികളാണ്. ഓൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുക. മണ്ണിലെല്ലാം നല്ലോണം കളിച്ചിന്. പിന്നെ അത് ജസ്റ്റ് കഴുകിയാൽ പോവുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഒമാനിലെല്ലാം പോയാൽ അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയി മാറും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.